സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സ്പൈസി ജീര ആലു ഉണ്ടാക്കാം. അതിന് ആദ്യം ഈ ഉരുളക്കിഴങ്ങ് ഫോർക്ക് കൊണ്ട് കുത്തി വെള്ളത്തിലേക്ക് ഇട്ട് വേവിച്ച് എടുക്കണം. കുത്തുമ്പോൾ കയ്യിൽ തട്ടാതെ നോക്കണം. ഇങ്ങനെ ഉരുളക്കിഴങ്ങിൻ്റെ ചുറ്റുപാടും കുത്തിയെടുക്കണം. ഇങ്ങനെ കുത്തുന്നത് വേഗത്തിൽ വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. എന്നാലേ ഉള്ളിൽ വേഗത്തിൽ വെന്ത് കിട്ടുകയുള്ളൂ. ചിലർക്ക് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളയാതെ ഉടച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ വെന്ത് കഴിഞ്ഞാൽ തൊലി മാറ്റേണ്ട ആവശ്യവുമില്ല. ഒരു വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ് 4 ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ, 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് വെള്ളം. ഇനി ബാക്കി എന്താണ് വേണ്ടത് എന്ന് നോക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: പകുതി സവാള മുറിച്ച് വെച്ചത്, 3 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ചാട്ട് മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 6 വെളുത്തുള്ളി മുറിച്ച് വെച്ചത്, 2 നുള്ളി ജീരകം, കുറച്ച് മല്ലിയില. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇതിലേക്ക് 1 നുള്ളി ജീരകം ഇട്ട് വറുത്ത് പൊടിക്കാം. നല്ലതുപോലെ പൊട്ടിത്തുടങ്ങുമ്പോൾ എടുത്ത് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ പൊട്ടിയാലേ ജീരകത്തിൻ്റെ ശരിയായ സ്വാദ് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഇത് പൊടിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങെടുത്ത് ഇതിൻ്റെ തോല് പൊളിച്ചെടുക്കാം. എന്നിട്ട് ഉടച്ച് വയ്ക്കാം. ഓയിൽ ഒഴിച്ച് ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ട ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് നല്ലതുപോലെ മൂത്ത് വരണം. അതിനുശേഷം ഉടച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ്. ജീരകപ്പൊടി വിതറിയെടുക്കാം. ഒന്ന് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇത് റെഡിയായി. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.